ഭൂമിയെ ലക്ഷ്യം വെച്ച് 2 ചിഹ്നഗ്രഹങ്ങൾ എത്തുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 2024 XY5, 2024 XB6 എന്നിങ്ങനെയാണ് ചിഹ്നഗ്രഹങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇവ അപകടകാരികൾ അല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവയുടെ സഞ്ചാരദിശയിൽ മാറ്റമുണ്ടായാൽ അത് ഭൂമിയെ ബാധിച്ചേക്കാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറിയ ശിലാവസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ. ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ ഇവ ഒരു പ്രകാശഗോളം പോലെ കാണപ്പെടുന്നു. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ആസ്ട്രോബെൽറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഭ്രമണപഥമുണ്ട്. ഇവിടെ ചില ചിഹ്നലാഹകങ്ങൾ ഇരുണ്ടതും ചിലത് നിറമുള്ളതുമായി നിലനിൽക്കുന്നു. ഇവയിൽ ചിലത് ഉപഗ്രഹങ്ങളുമാകാം. ചിലതിന് ഭൂമിയിലെ ഒരു നഗരത്തോളം തന്നെ വലിപ്പവും കാണാം. സാധാരണയായി ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് എത്തുന്ന ചിഹ്നഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിക്കുന്നതാണ് പതിവ്. എന്നാൽ സഞ്ചാരവേഗതയും വലിപ്പവും കൂടുതലുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുന്നത് അപകടമാണ്. XY5 എന്ന് പേരിട്ടിരിക്കുന്ന 71 അടി വ്യാസമുള്ള ചിഹ്നഗ്രഹം ഡിസംബർ 16 ഉച്ചയ്ക്ക് 12:26 ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുമെന്നാണ് ഗവേഷകർ പ്രവചിച്ചത്. മണിക്കൂറിൽ 10,805 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത് 2,18,000 മൈൽ ദൂരത്തിൽ കടന്നുപോകും. ഇത് ചന്ദ്രനേക്കാൾ 16 മടങ്ങ് അകലെയാണ്. ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് അപകടമുണ്ടാക്കില്ലെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. രണ്ടാമത്തെ ചിഹ്നഗ്രഹമായ 56 അടി വ്യാസമുള്ള 2024 XB6 2024 XY5നേക്കാൾ അല്പം ചെറുതായ ചിഹ്നഗ്രഹമാണ്. ഇത് മണിക്കൂറിൽ 14,780 മൈൽ വേഗതയിൽ ഭൂമിയെ മറികടക്കും. അതിൻ്റെ ഏറ്റവും അടുത്ത അകലം ഏകദേശം 41.5 ലക്ഷം മൈൽ ആയിരിക്കും. പെട്ടെന്നുള്ള ഭീഷണിയൊന്നും ഉണ്ടാകാനിടയില്ലെന്ന് നാസ ഉറപ്പു നൽകുന്നു. ഇതുപോലുള്ള ചിഹ്നഗ്രഹങ്ങൾ ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ആദ്യകാല സൗരയൂഥത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ ചിഹ്നഗ്രഹങ്ങളെ പഠിക്കുന്നത് ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് നയിച്ച ചിഹ്നഗ്രഹ ആഘാതം പോലെയുള്ള മുൻകാല സംഭവങ്ങൾ ഇവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിൻ്റെയും നമ്മുടെ ഗ്രഹത്തിൽ അവയുടെ സ്വാധീനം മനസ്സിലാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു.